ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബീഹാരി പയ്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സ്വന്തം റൂം വൃത്തിയാക്കാൻ പോകുന്നത് വരെയാണ്. അന്ന് അവൻ യാത്ര ചെയ്ത് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീട്ടമ്മ പറഞ്ഞു, നീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം നീ ഇന്ന് റൂമിൽ പോയിട്ട് വിശ്രമിച്ചോ, നിന്റെ റൂം മാത്രം വൃത്തിയാക്കിയാൽ മതി, കുളിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തൊട്ടിട്ട് അവൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ടാവും. അന്ന് അവൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. അവിടെ വെച്ച് നമ്മൾ നിർത്തി. ഇപ്പം ബാക്കി കാണാം. സൗകര്യത്തിന് നമുക്കവനെ ഗണേഷ് എന്ന് വിളിക്കാം. അപ്പം എപ്പോഴും ബീഹാരി ചെറുക്കൻ, ബീഹാരി പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പം അതിന് അവൻ്റെ ഒരു പേര് വയ്ക്കാം, ഗണേഷ്. അങ്ങനെയാണല്ലോ നമ്മളെയൊക്കെ പേര് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമുക്കൊക്കെ പേര് വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന വീട്ടിൽ നിന്നവൻ എന്നൊക്കെ പറയേണ്ടി വരില്ല. അതുപോലെ ഇവനും നമുക്കൊരു പേരിടാം, ഗണേഷ്. അപ്പം ഗണേഷ് അവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള വിശേഷങ്ങളും, അവൻ പാട്നയിൽ നിന്നാണ് വരുന്നതെന്നും, അവൻ്റെ അച്ഛന് കൃഷിയാണെന്നും 5 ഏക്കർ ഭൂമിയുണ്ടെന്നും, പിന്നെ അനിയൻ സ്കൂളിൽ പഠിക്കുകയാണെന്നും, 2 ചേച്ചിമാരുണ്ട്, ഒരാൾ ബ്യൂട്ടീഷ്യനാണെന്നുള്ള വിശേഷങ്ങളൊക്കെ ആ വീട്ടമ്മയായിട്ട് സംസാരിച്ച് അറിയിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അടുത്ത ദിവസം രാവിലെ, അതിനെങ്ങനെയാണ് ഹിന്ദി പറയാ? അഗലേ ദിൻ സുബ്. അടുത്ത ദിവസം അഗലേ ദിൻ, രാവിലെ എന്ന് പറയുന്നതിന് സുബ്. അടുത്ത ദിവസം രാവിലെ എന്ന് പറയാ അഗലേ ദിൻ സുബ്. അഗലേ ദിൻ, നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്ന് പറയുന്നതിനാണ് നമ്മൾ അഗലേ ദിൻ സുബ് എന്ന് പറയുന്നത്. സുബ് എന്ന് പറഞ്ഞാൽ രാവിലെ, ദുപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച, ഷാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. നമസ്തേ മേഡം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അന്ന് മുഴുവൻ അവൻ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ വന്നിട്ട് നോക്കുകയാണ്. നമസ്തേ മേഡം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മേ ക്യാ കർണാ ഹെ. നമസ്തേ മേഡത്തിന് 2 ഭാഷയിലും നമസ്തേ മേഡം തന്നെ പറയാം. മേ ക്യാ കർണാ ഹെ, ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ രാവിലെ വന്നാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്താണ് അവസാനം ചെയ്യേണ്ടത്, ഏത് ഓർഡറിലാണ് അവിടെ ചെയ്യേണ്ടതെന്നൊക്കെ പരിചയമായി വരാൻ 1-2 ദിവസം എടുക്കും. അപ്പൊ ആദ്യത്തെ ദിവസം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഓരോന്നും ചോദിച്ചാണ് ചെയ്യാം. മേ ക്യാ കർണാ ഹെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മുജേ ക്യാ കർണാ ഹോഗ, അങ്ങനെയും പറയട്ടോ. മുജേ ക്യാ കർണോ, എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെയും പറയാം. ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കൂ. അപ്പൊ അമ്മ ഓരോ ജോബ് അവന് ഡീറ്റെയിൽ ചെയ്യാൻ പോവുകയാണ്. ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കൂ. പൗദോങ്കോ തോടാ പാനി ദോ. പൗദ എന്ന് പറഞ്ഞാൽ ചെടി, പൗദോങ്കോ ചെടിക്കൊക്കെ. കുറെ ചെടികൾ ഉണ്ടാവുമല്ലോ ഒരു വീട്ടില്. അപ്പൊ പൗദോങ്കോ എന്ന് പറഞ്ഞാല് ചെടികൾക്ക്. തോടാ പാനി ദോ, തോട എന്ന് പറഞ്ഞാൽ കുറച്ച്. പാനി ദോ, വെള്ളം ഒഴിക്കൂ. പാനി ഡാലോ എന്നും പറയാ, പാനി ദോന്നും. ചെടിക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെ. അത് പ്രക്രിയ ഏതായാലും സാരല്ല, ചെടിക്ക് വെള്ളം കിട്ടിയാൽ മതി. അത് പാനി ദോ എന്ന് പറഞ്ഞാലും പാനി ഡാലോ എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ മീനിങ് ഒന്നാണ്, ഉദ്ദേശിക്കുന്നത് ഒന്നാണ്. പൗദോങ്കോ തോടാ പാനി ദോ, ചെടിക്ക് കുറച്ച് വെള്ളം കൊടു. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പല വിധത്തിലും പറയൂല, അതുപോലെ ഹിന്ദിയിലും പല വിധത്തിലും പുട്ടപ്പ് ചെയ്യാം. മുറ്റത്ത് തന്നെ ഒരു പൈപ്പുണ്ട്. ആങ്കൺമേ ഹി ഏക്ക് നൽ ഹെ. ആങ്കൺ എന്ന് പറഞ്ഞാൽ മുറ്റാണ്. ആങ്കൺമേ, മുറ്റത്ത്. ഹി എന്ന് പറഞ്ഞാൽ തന്നെ, എംഫസൈസ് ചെയ്യാനാണ് ഹി ഉപയോഗിക്കുന്നത്. ആങ്കൺമേ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് തന്നെ. ഏക്ക് നല്ല ഒരു പൈപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ പൈപ്പ്, നമ്മൾ വെള്ളം പുറത്തെടുക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പില്ലേ, അതിന് ഹിന്ദിയിൽ പറയാ നൽ. ആങ്കൺമേ ഹി ഏക്ക് നല്ല എന്ന് പറഞ്ഞാൽ മുറ്റത്ത് തന്നെ ഒരു പൈപ്പുണ്ട് എന്ന് വെച്ചാൽ അവന് കാണാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കും ഇത്. അതുകൊണ്ട് പറഞ്ഞു മുറ്റത്ത് തന്നെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ പ്രത്യേക ഒരു ഹിഡൻ പ്ലേസിലൊക്കെയാണ് അവർ വന്നിട്ട് കാണിച്ചു കൊടുക്കും അല്ലെ. അത് മുറ്റത്തേക്ക് പോയാൽ കാണും. അതുകൊണ്ടാ പറഞ്ഞ അങ്കൺമേ ഹി ഏക്ക് നല്ല, മുറ്റത്ത് തന്നെ ഒരു പൈപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ പൈപ്പ്. ബക്കറ്റും പാട്ടയും അതിനടുത്ത് തന്നെയുണ്ട്. ബക്കറ്റ് ഔർ മഗ് ഉസ്കാ ബഗൽ മേ ഹി ഹെ. ബക്കറ്റ് ഔർ മഗ്, ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മഗ് കൊണ്ട് വേണമെങ്കിലും എടുത്തൊഴിക്കാം. പിന്നെ നീളമുള്ള പൈപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിക്കാം. ഇവനിപ്പം ബക്കറ്റിന്റെ മഗിന്റെ കാര്യമാണ് പറയുന്നത്. ചിലതിലൊക്കെ കുറച്ചൊക്കെ ഒഴിക്കണമെങ്കിൽ ഇത് സൗകര്യാർത്ഥം 2 വേണമെങ്കിലും ഉപയോഗിക്കാം. ബക്കറ്റ് ഔർ മഗ് എന്ന് പറഞ്ഞാൽ പാട്ടയാണ്. ഉസ്ക ബഗൽ മേ ഹി ഹെ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഉസ്ക, അതിന്റെ. ബഗൽ എന്ന് പറഞ്ഞാല് അടുത്ത്. ബഗൽ മേ ഹി ഹെ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഉണ്ട്. ചെറിയ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. സാര ചോട്ടെ പൗദോങ്കോ ബസ് കം മാത്രമേ പാനി ഡാൽ ദേന. സാര ചോട്ടെ പൗദോങ്കോ, എല്ലാ ചെറിയ ചെടികൾക്കും അല്ലെങ്കിൽ ചെറിയ ചെടികൾക്കെല്ലാം ബസ് എന്ന് പറഞ്ഞാൽ മതി,
എന്ത് മതിയെന്ന കം മാത്രമേ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം. മാത്ര എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, അളവ്. കം മാത്ര എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ മാത്രം പാനി ഡാൽദേന, വെള്ളം കൊടുത്താൽ മതി. വീടിന്റെ പിറകിൽ കുറച്ച് തെങ്ങുണ്ട്. ഗർക്കെ പീछे थोड़ा नारियल का पेड़ है. ഗർക്കെ പീछे വീടിന്റെ പിറകിൽ. പീछे എന്ന് പറഞ്ഞാൽ പിറകിലാ. ഗർക്കെ പീछे വീടിന്റെ പിറകിൽ. थोड़ा नारियल का पेड़. नारियल का पेड़ എന്ന് പറഞ്ഞാൽ എന്താ? തെങ്ങ്. നാരിയൽ का पेड़ എന്ന് പറയുന്നത് തെങ്ങിനെ കൊണ്ടാണ് കേട്ടോ. പേട് ഹെ എന്ന് പറഞ്ഞാൽ അതിന്റെ വൃക്ഷമുണ്ട്. നാരിയൽ का पेड़ है എന്ന് പറഞ്ഞാൽ തെങ്ങുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഗർക്കെ പീछे थोड़ा नारियल का पेड़. വീടിന്റെ പിറകിൽ കുറച്ച് തെങ്ങുണ്ട്. അതിനും വെള്ളം ഒഴിക്കണം. ഉസ്കോ ഭി പാനി ദേ ദേന. അതിനും ഉസ്കോ ഭി, അതിന് വെള്ളം ഒഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഉസ്കോ പാനി ദേ ദേന. അതിനും എന്ന് പറയുമ്പോഴാണ് ഉസ്കോ ഭി എന്ന് പറയുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ഔർ ഒക്കെ പറയുന്നതാണ്. ഒന്നിനും കൂടെ കാണിക്കാൻ. ഉസ്കോ ഭി, അതിനും കൂടെ പാനി ദേ ദേന, വെള്ളം ഒഴിക്കണം. അപ്പൊ തെങ്ങിനും വെള്ളം ഒഴിക്കണം എന്ന് ചുരുക്കി പറഞ്ഞാൽ. ഇപ്പൊ ചെറിയ ചെടികൾക്ക് മാത്രം ഒഴിച്ചാൽ പോരാ. കാരണം ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പം വീടിന്റെ പുറകുവശത്തൊക്കെ ഉണ്ടാവും കുറച്ച് വലിയ മരങ്ങളൊക്കെ. വാഴയ്ക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം കൊടുത്താൽ മതി. കേലേക്ക പൗതോങ്കോ, വാഴയ്ക്ക് പറയുന്നതാണ് കേലേക്ക പൗത. കേല എന്ന് പറഞ്ഞാൽ പഴമാണ്. വാഴപ്പഴത്തിനാണ് കേല എന്ന് പറയുന്നത്. കേലേക്ക പൗത എന്ന് പറഞ്ഞാൽ വാഴപ്പഴം ഉണ്ടാവുന്ന പൗത, ചെടി. അതിനെന്താ നമ്മൾ മലയാളത്തിൽ വാഴ എന്ന് പറയുമെങ്കിലും ഇവിടെ കേലേക്ക പൗത എന്നാ പറയുക ഹിന്ദിയിൽ. കേലേക്ക പൗതോക്കോ എന്ന് പറഞ്ഞാൽ വാഴകൾക്ക് അല്ലെ വാഴയ്ക്ക് ഏക് ദിൻ ചോഡ്കർ, ഓരോ ദിവസം ഇടവിട്ടുള്ള ദിവസം ഇതിനാണ് നമ്മൾ പറയാ ഏക് ദിൻ ചോഡ്കർ. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പാനി ദേനേസെ ചലേക, വെള്ളം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എന്നും ഒഴിക്കേണ്ട, ഓരോ ദിവസം ഇടവിട്ട് കൊടുത്താൽ മതി വാഴയ്ക്കൊക്കെ വെള്ളം. ഓക്കെ. കേലേക്ക പൗതോങ്കോ ഏക് ദിൻ ചോഡ്കർ പാനി ദേനേസെ ചലേക, അങ്ങനെ കൊടുത്താലും മതി. നിത്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കാറ് കഴുകണം. അപ്പം ഈ ചെടിക്കൊക്കെ വെള്ളം കൊടുത്തതിന് ശേഷം കാറ് കഴുകണം. ഉസ്കേ ബാദ് കാർ ധോലേന. ഉസ്കേ ബാദ്, അതിനുശേഷം. കാർ ധോലേന, കാറ് കഴുകണം. ധോന എന്ന് പറഞ്ഞാൽ കഴുകുക. ധോലേന, കഴുകണം. കാറിന് കാർ തന്നെ പറയാം. ഏത് ഭാഷയിലാണെങ്കിലും കാറിന് കാർ തന്നെ പറയാ. ഉസ്കേ ബാദ്, അതിനുശേഷം. പിന്നെ കാറിന്ന് എടുത്ത് പറഞ്ഞില്ലേ ഗാഡി ധോലേന എന്ന് പറയട്ടോ. ഗാഡി എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്. ഏത് വണ്ടിക്ക് ഗാഡി എന്ന് പറയാം. ശേഷം കഴുകാനുള്ള തുണിയെല്ലാം സർഫിൽ കുതിർത്ത് വെക്കണം. ശേഷം എന്ന് പറഞ്ഞാൽ കാറ് കഴുകിയതിന് ശേഷമാണ്. ബാദുമേ, ശേഷം. ധോനേക്ക എന്ന് പറഞ്ഞാൽ കഴുകാനുള്ള കപ്പട സാര, എല്ലാ തുണികളും. സർഫുമേ ബിഗോക്കർ രക്തേന. സർഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിറ്റർജന്റ് പൗഡർ. സർഫുമേ എന്ന് പറഞ്ഞാൽ ഡിറ്റർജന്റിൽ. ബിഗോക്കർ രക്തേന, നനച്ചു വെക്കണം, കുതിർത്ത് വെക്കണം. ഇപ്പം നമ്മൾ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുന്നേ കുറച്ചു നേരം നമ്മൾ സർഫിൽ കുതിർത്ത് വെക്കുക. എന്ന് വെച്ചാൽ നല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഇളകുന്നിട്ട് മെഷീനിലിട്ടാൽ മതി. ഓക്കെ. ബാദമേ ധോനേക്ക കപ്പട സാര സർഫുമേ ബിഗോക്ക രക്തന. ബിഗോക്ക രക്തന എന്ന് പറഞ്ഞാൽ കുതിർത്ത് വെക്കുക. നേരിയ തുണിയെല്ലാം കൈകൊണ്ട് കഴുകിയാൽ മതി. പത്ല കപ്പട സബ് ഹാത്ത് സേ ദുലായി കർലേന. പത്ല കപ്പട എന്ന് പറഞ്ഞാൽ നേരിയ തുണി. പത്ല എന്ന് പറഞ്ഞാൽ നേരിയാണ്. കപ്പട എന്ന് പറഞ്ഞാൽ തുണി. സബ് എല്ലാം. ഹാത്ത് സേ, കൈകൊണ്ട്. ദുലായി കർലേന, കഴുകിയാൽ മതി. എന്ന് വെച്ചാൽ നേരിയ തുണിയൊക്കെ നമ്മൾ മെഷീനിലിട്ട് കറക്കുമ്പോൾ ആ തുണി പെട്ടെന്ന് കീറിപ്പോവും, നാശമായി പോവും. അപ്പൊ അതുകൊണ്ട് നല്ല ഫൈനായിട്ടുള്ള തുണികളൊക്കെ നമ്മളെപ്പോഴും കൈകൊണ്ടാണ് കഴുകുക. അപ്പൊ അങ്ങനെ കൈകൊണ്ട് കഴുകിയാൽ മതി എന്ന് ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നേരിയ തുണിയെല്ലാം കൈകൊണ്ട് കഴുകിയാൽ മതി. പത്ല കപ്പട സബ് ഹാത്ത് സേ ദുലായി കർലേന. ദുലായി കർണ എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യാം. സോക്സ് മെഷീനിൽ ഇടരുത്. ജുരാബേം മെഷീൻമേ മത്ത് ഡാലു. സോക്സിന് ഹിന്ദിയിൽ ജുരാബ് എന്നാണ് പറയാ. കുറെ സോക്സ് ആകുമ്പോൾ അതിന് ജുരാബേം എന്ന് പറയാ. ജുരാബേം മെഷീൻമേ മത്ത് ഡാലു. മെഷീനിൽ ഇടരുത്. ഇത് വാഷിംഗ് മെഷീനിലല്ല സാധാരണ തുണി കഴുകാനിടുക. അപ്പം വാഷിംഗ് മെഷീനിൽ ജുരാബ് ഇടരുതെന്ന്. ജുരാബ് എന്ന് പറഞ്ഞാൽ സോക്സ് മെഷീനിൽ ഇടരുന്ന. അതിന്റെ ഇലാസ്റ്റിസിറ്റി പോയി പോകും കേട്ടോ. വേഗം ചീത്തയായി പോകും. നമുക്ക് ഇട്ടെടുത്ത് നിൽക്കില്ല, തന്നെത്താനെ ഉതിർന്നു പോവും. കട്ടിയുള്ള തുണിയെല്ലാം മെഷീനിൽ ഇട്ടോളൂ. മോട്ടാ കപ്പട സാര മെഷീൻമേ ഡാൽദോ. മോട്ടാ കപ്പട എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള തുണിയാണ്. തടിച്ച തുണി, അതിന് കട്ടിയുള്ള തുണി എന്നല്ല നമ്മൾ പറയാം. കട്ടിയുള്ള തുണിക്ക് മോട്ടാ കപ്പട എന്ന് പറയും. സാര എല്ലാം. മെഷീൻമേ ഡാൽദോ, മെഷീനിൽ ഇട്ടോളൂ. മോട്ടാ കപ്പട സാര മെഷീൻമേ ഡാൽദോ. കട്ടിയുള്ള തുണിയെല്ലാം മെഷീനിൽ ഇട്ടോളൂ. അങ്ങനെയാ നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാ ചെയ്യല്ലേ. ഫൈനായിട്ടുള്ള ക്ലോത്തൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് കൈ കൊണ്ട് കഴുകും. കട്ടിയുള്ളതും
അലക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ നമ്മൾ മെഷീനിലിടും, കളർ പോകാത്തതും മെഷീനിലിടും. കൈ കഴുകിയിട്ട് എനിക്ക് കുറച്ച് ആട്ട കുഴച്ച് തരണം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് കൈ കഴുകി വന്നിട്ട് ആട്ട കുഴച്ച് തരണം എന്നാ പറയുന്നത്. ആട്ട അറിയാലോ, ഗോതമ്പ് പൊടി. ഹാത്ത് ധോക്കർ മുജെ തോട ആട്ട ഗൂന്ത് കർ ദേ ദേന. ഹാത്ത് ധോക്കർ കൈ കഴുകിയിട്ട് മുജെ എനിക്ക് തോട കുറച്ച് ആട്ട, അങ്ങനെ ആട്ട തന്നെ. ആട്ട എന്ന് പറഞ്ഞാൽ എന്ത് പൊടിയാവട്ടോ, പത്തിരിപ്പൊടിയാണെങ്കിലും മീൻസ് ഗോതമ്പിന്റെ പൊടിയാണെങ്കിലും ഒക്കെ പറയാം. ഗൂന്ത് കർ ദേന എന്ന് പറഞ്ഞാൽ കുഴച്ച് തരിക. തോട അദരക് ഹരി മിർച്ച് ഓർ ലഹസൂൺ കാട്ട് കർ ദേ ദോ. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇഞ്ചിക്ക് അദരക് എന്ന് പറയും. തോട അദരക് എന്ന് പറഞ്ഞാല് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഹരി മിർച്ച്, ലഹസൂൺ. ലഹസൂൺ എന്ന് പറഞ്ഞാല് വെളുത്തുള്ളിയാ. ലഹസൂൺ എഴുതെങ്കിലും അതിനെ വിളിക്കുക ലസൂൺ എന്നാട്ടോ പറയാ. ലസൂൺ ഹാസ് കേൾക്കില്ല നമുക്ക്, ലസൂൺ അവര് പറയുള്ളൂ. കാട്ട് കർ ദേതോ, മുറിച്ചു തരൂ. തോട അദരക് ഹരി മിർച്ച് ഓർ ലഹസൂൺ കാട്ട് കർ ദേതോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി എനിക്ക് മുറിച്ചു തരൂ. 2 ഉള്ളിയും 2 തക്കാളിയും ചെറുതായി മുറിച്ചു തരണം. 2 പ്യാജ് और 2 ടമാട്ടർ ബാരിക് കാട്ട് കർ ദേ ദേന. 2 പ്യാജ് 2 ഉള്ളി, പ്യാജ് എന്ന് പറഞ്ഞാൽ ഉള്ളി, 2 ടമാട്ടർ എന്ന് പറഞ്ഞാൽ തക്കാളി, ബാരിക് എന്ന് പറഞ്ഞാൽ ചെറുതായി കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബാരിക് എന്ന് പറയുക. ചെറുതായി കട്ട് ചെയ്യുന്നതിന് ബാരിക് എന്ന് പറയും. കാട്ട് കർ ദേതേന എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് തരണം, മുറിച്ചു തരണം, ചെറുതാക്കി മുറിച്ചു തരുന്നതിന് പറയുന്നതാണ് ബാരിക് കാട്ട് കർ ദേതേന. ഫ്ലാസ്കിൽ ചായയുണ്ട്. അപ്പൊ ഫ്ലാസ്കിന് എന്തെന്നാ ഹിന്ദിയിൽ പറയാ? തെർമസ്. തെർമസ് മേ ചായ ഹെ. ഫ്ലാസ്കിൽ ചായയുണ്ട്, തെർമസ് മേ ചായ ഹെ. തെർമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക്. ഫ്ലാസ്ക് നിങ്ങൾക്ക് അറിയാലോ, ചൂടോടെ എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും ഒഴിച്ചു വെച്ചാൽ അതിന് ചൂട് നിലനിർത്തുന്നതാണ് ഫ്ലാസ്ക്. അപ്പൊ അതിൽ ചായ ഉണ്ട്. അപ്പൊ ചായ ഉണ്ടാക്കി രാവിലെ അതിൽ ഒഴിച്ചു വെക്കായിരിക്കും. ആരൊക്കെ സമയത്തിന് വരുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് എടുത്ത് കുടിക്കാം. തെർമസ് മേ ചായ ഹെ. ആ കപ്പിൽ ഒഴിച്ചു കുടിച്ചോളൂ. ഉസ് കപ്പ് മേ ഡാൽക്കർ പിയോ. അവൻ പുതിയതാണ്. ഉസ് കപ്പ് മേ ഡാൽ, ഏതെങ്കിലും കപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും അവനോട് പറഞ്ഞത് അതിലൊഴിച്ചു കുടിച്ചോളൂ എന്ന്. ഓക്കെ, ഉസ് കപ്പ് മേ ഡാൽക്കർ ദേതോ. അപ്പം വീട്ടിൽ നിത്യമുള്ളവരാണ് ഉസ് കപ്പുമേ എന്ന് പറയില്ല കേട്ടോ. കപ്പുമേ ഡാൽക്കർ പിയോ, അല്ലെങ്കിൽ ചായ തെർമസ് മേ ഹെ പിയോ എന്നറിയൂ. ഫ്ലാസ്കിൽ ചായ എടുത്ത് കുടിച്ചോളൂ എന്നേ പറയുള്ളൂ അല്ലെ. ഇവൻ പുതിയതായത് കൊണ്ടാണ് ആ കപ്പിൽ ഒഴിച്ചു കുടിച്ചോളൂ. അവന് സെപ്പറേറ്റ് ഒരു കപ്പ് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏത് കപ്പിലാണ് അവൻ കുടിക്കേണ്ടത് ആ കപ്പ് കാട്ടി കൊടുത്തിട്ടാണ് പറയുന്നത് ഉസ് കപ്പുമേ ഡാൽക്കർ പിയോ. ചായ കുടിച്ചതിന് ശേഷം മോന്റെയും സാറിന്റെയും ഷർട്ട് ഇസ്തിരിയിടണം. ചായ പീനെ കെ ബാദ്. ചായ കുടിച്ചതിന് ശേഷം. എങ്ങനെയാ പറയാ? ചായ പീനെ കെ ബാദ് എന്ന് പറഞ്ഞാൽ ചായ കുടിച്ചതിന് ശേഷം. ബേട്ട ഔർ സാബ് ക. മോന്റെയും സാബിന്റെയും. സാബ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡിനെ കൊണ്ട. ഷർട്ട് ഇസ്ത്രി കർദേന. ഷർട്ട് എന്ന് പറഞ്ഞാൽ ഷർട്ട് തന്നെ, ഇസ്ത്രി കർന എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യണം. ഇസ്ത്രിക്ക് ശേഷം അവിടെയുള്ള ഹാങ്ങറിൽ തൂക്കിയിട്ടാൽ മതി. ഇസ്ത്രി കെ ബാദ് ഉദർ രക്കാവാല ഹാങ്കർ മേ ടാങ് ദേന. ഇസ്ത്രി കെ ബാദ്, ഇസ്ത്രി ചെയ്തതിന് ശേഷം. ഇസ്ത്രിക്ക് ഇസ്ത്രി എന്ന് തന്നെ പറയാ, അല്ലെങ്കിൽ പ്രസ് കർണ എന്നും പറയാം കേട്ടോ. ഇസ്ത്രി കെ ബാദ് ഉദർ രക്കാവാല, അവിടെ വെച്ചിട്ടുള്ള ഹാങ്ങർ മേ ടാങ് ദേന. ഹാങ്ങറിൽ, ടാങ്ന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുന്നതിനെ പറയാ. ഹാങ്ങറിൽ തൂക്കിയിടുക. അല്ലാണ്ട് പ്രസ് ചെയ്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ പ്രസ്സൊക്കെ ചീത്തയായി പോകും. അപ്പൊ എപ്പോഴും തൂക്കിയിടുന്നതാണ് നല്ലത്. ഹാങ്ങറിലിട്ടിട്ട് നമ്മൾ തൂക്കിയിടില്ലേ, അപ്പൊ അങ്ങനെ തൂക്കിയിടാന്നാ പറയുന്നത്. ഹാങ്ങർമേ, ഹാങ്ങറില് ടാങ്ന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക. ടാങ് ദേന, തൂക്കിയിട്ടോളൂ. ശേഷം അടുത്ത വീഡിയോയിൽ ബാക്കി അകലെ വീഡിയോമേ. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് ഈ സെന്റൻസ് ഒക്കെ നോർത്ത് ഇന്ത്യയിൽ പോയാലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് നമ്മളെടുത്ത് വന്നാലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടുന്നതാണ്.